ഹലോ, ഹായ്, നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂയിലേക്ക് സ്വാഗതം. സാധന ദ സനാതനി ഇൻസൈഡ്. ഇന്ന് സാധനയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മതപരമായ ദേശീയതയും മതരാഷ്ട്രവാദവും. നമുക്ക് മതപരമായ ഒരു നാഷണൽ നരേറ്റീവ് ആണോ ആവശ്യം? ഒരു മതരാഷ്ട്രവാദം നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു നാഷണലിസ്റ്റ് ഒരിക്കലും മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കില്ല. കാരണം ഒരു തിയോക്രാറ്റിക് സൊസൈറ്റി ഒരിക്കലും ബഹുസ്വരതയെ അംഗീകരിക്കില്ല. നമുക്ക് ഈ ഭാരതത്തെ പോലെ വിശാലമായ ഒരു രാഷ്ട്രം, കൾച്ചറൽ ഐഡന്റിറ്റിയിൽ ഇത്രയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിന് ഒരു മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കേണ്ട ഗതികേടില്ല. ചെറിയ ചെറിയ രാഷ്ട്രങ്ങളും ഇന്നോ ഇന്നലെകളിലോ ഒരു കുമിള പോലെ മുളച്ചു വന്നിരിക്കുന്ന രാഷ്ട്രങ്ങളിലെല്ലാം ഒരുപക്ഷെ അവരുടെ നാഷണൽ ഐഡന്റിറ്റിക്കും ഒരു വലിയ ചിന്താധാരയുടെ കൂടെ ചേർന്ന് നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റും കിട്ടാൻ ആ രാഷ്ട്രത്തിലെ അന്നത്തെ തലവന്മാർ ഒരു നാഷണൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ നാഷണൽ നരേറ്റീവായിട്ട് മതരാഷ്ട്രത്തെ കൂട്ടുപിടിച്ചിട്ടുണ്ടാകാം. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് 1947 ഇന്ത്യയുടെ ഭാഗമല്ലാതായി മാറി പുതിയ രാഷ്ട്രമായി മാറിയ പാകിസ്ഥാൻ. അന്ന് തുടങ്ങിയ ഒരു തിയോക്രാറ്റിക് സൊസൈറ്റിയായി മാറി ഇന്ന് കറ തീർന്ന ഒരു ടെററിസ്റ്റ് നേഷനിലേക്ക് മാറിയിരിക്കുന്ന രാഷ്ട്രം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിരുന്നെങ്കിൽ ഏക സ്വരത്തിൽ മാത്രം ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ വിട്ടുപോയവരാണവർ. അതുകൊണ്ടിട്ടാണ് മതരാഷ്ട്രവാദം ഒരു തിയോക്രാറ്റിക് സൊസൈറ്റിയിലേക്ക് നമ്മൾ പോയാൽ നമ്മളുടെ ഐഡന്റിറ്റി നശിച്ചു പോവുക മാത്രമല്ല ആ രാജ്യത്തിനെ തന്നെ അധോഗതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള നാഷണലിസം ആണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്? നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ഒരു തിയോക്രാറ്റിക് സൊസൈറ്റിയിലേക്ക് നമ്മൾ പോയാൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് ഇഷ്യൂസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അത് കഴിഞ്ഞ് എന്ത് നാഷണലിസമാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്, ഒരു നാഷണലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് നാഷണലിസത്തെ ആയിരിക്കും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് വരാം. ഒരു തിയോക്രാറ്റിക് സൊസൈറ്റിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ പ്രീസ്റ്റ്ഹുഡ് ഇവിടെ പൊളിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡായി മാറും. മതരാഷ്ട്രത്തിൽ എന്നോ മൺമറഞ്ഞു പോയിരിക്കുന്ന ചില ഭാഷാ പ്രയോഗങ്ങളും ആചാരാനുഷ്ഠാനങ്ങളിലുള്ള പ്രാവീണ്യവും കൊണ്ട് പ്രീസ്റ്റ്ഹുഡ് മനുഷ്യരുടെ മുഴുവൻ കാര്യങ്ങളിലും ഇടപെടും. അതുപോലെ തന്നെ നാഷണൽ പോളിസികൾ വരെ നിർമ്മിക്കാൻ തയ്യാറായി വരും. അത് ഈ ഭാരതത്തെ പോലെ വിശാലവും ഇത്രയും ബഹുസ്വരതയും ഇത്രയും ഐഡിയോളജികൾ മുന്നോട്ട് വരുന്ന രാഷ്ട്രത്തിന് ഒട്ടും ശുഭകരമായി മാറില്ല. അത് ഉണ്ടാകാവുന്ന പ്രശ്നം ഭാരതം ഛിന്നഭിന്നമായി പോവില്ലായിരിക്കാം. പക്ഷേ ഇന്ന് വരെ ഈ രണ്ട് സഹസ്രാബ്ദങ്ങൾക്കിടയിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന എല്ലാ ആസുരിക ശക്തികളും ഇന്ത്യയെ നശിപ്പിക്കാൻ നോക്കിയിട്ടും പറ്റാതിരുന്നിട്ട് പോലും സംഭവിച്ച ഇന്ത്യയിലെ ഒരിക്കലും നഷ്ടപ്പെടാത്ത യോഗീശ്വരന്മാരുടെ അടുത്തേക്ക് ഒരു നീർത്ത ചാല് പോലെ സ്വന്തം ഫാമിലിയിൽ നിന്ന് വിട്ടിറങ്ങി സത്യത്തെ അന്വേഷിച്ച് നടക്കുന്ന സീക്കേഴ്സ്, സത്യാന്വേഷികളുടെ ഈ രാഷ്ട്രം അതില്ലായ്മയായി പോകും. ആ ചരിത്രം, ആ സംസ്കാരം നമ്മളെ വിട്ടുപോകും. അതുകൊണ്ടിട്ടാണ് പൊളിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡിലേക്ക് നമ്മൾ പോകരുത് എന്ന് പറയുന്നത്. രണ്ട്, ഈ പൊളിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡിലേക്ക് നമ്മൾ പോയാൽ മതരാഷ്ട്രവാദത്തെ നമ്മുടെ നാഷണലിസത്തിന്റെ മുഖമുദ്രയായി നമ്മൾ എടുത്തു വെച്ചാൽ ആ അടിനാഭിയിൽ നിന്ന് തുടങ്ങി തിരുനെറ്റി വരെ 1 മീറ്റർ കനത്തിൽ കുങ്കുമം തൊട്ട് 1 കിലോമീറ്ററോളം ദൂരമുള്ള ചരടുകളും ധരിച്ച് ചില കോമാളികൾ ജീവിതത്തിൽ ഒരിക്കലും പണിയെടുത്ത് ജീവിക്കാൻ തയ്യാറല്ലാത്തവന്മാർ നമ്മുടെ ഈ രാഷ്ട്രവാദത്തിന് മുമ്പിൽ വന്ന് പേക്കൂത്ത് നടത്തും. അവരുടെ ലക്ഷ്യം ഉദരപൂർത്തി മാത്രമാണ്. സോ പ്രീസ്റ്റ്ഹുഡിലേക്കും പൗരോഹിത്യത്തിലേക്കും പൂജാരിമാരിലേക്കുമല്ല നമ്മൾക്ക് പോകേണ്ടത്. ഈ കോപ്രായങ്ങൾ കാണിക്കുന്ന വർഗീയവാദികളിലേക്കും അല്ല പോകേണ്ടത്. നമ്മൾക്ക് പോകേണ്ടത് കൾച്ചറൽ നാഷണലിസത്തിലേക്കാണ്. നമ്മളുടെ യോഗീശ്വരന്മാരിലേക്കാണ് നമുക്ക് പോകേണ്ടത്. എവിടെയെല്ലാം യോഗീശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെയെല്ലാം ധനുർധരന്മാരായ അർജുനനുണ്ടോ, അവിടെയെല്ലാമാണ് ധർമ്മത്തിന് വിജയം ഉണ്ടാകുന്നതെന്നാണ് ഗീതയിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. സോ നമുക്ക് മടങ്ങേണ്ടത് യോഗീശ്വരന്മാരിലേക്കാണ്, യോഗിവന്മാരിലേക്കാണ് നമുക്ക് മടങ്ങേണ്ടത്. നമുക്ക് പരിശ്രമിക്കേണ്ടത് ഭഗീരഥ പ്രയത്നം ചെയ്യാൻ തയ്യാറായതും ഈ രാജ്യത്തിന്റെ അന്തസത്തയെയും അതിന്റെ ഡെവലപ്മെന്റിനെയും നിലനിർത്താൻ സഹായിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കാൻ ശ്രമിക്കുന്ന അർജുനന്മാരാകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മടങ്ങാം. നമുക്ക് മടങ്ങേണ്ടത് ഋഷിവര്യന്മാരിലേക്കാണ്. നമുക്ക് മടങ്ങാം നമ്മളുടെ കേരളത്തിന്റെ ചൈതന്യമായ ആത്മസത്തയായ ഗുരുദേവനിലേക്ക് മടങ്ങാം. നമുക്ക് ചട്ടമ്പി സ്വാമികളിലേക്കും ചിന്മയാനന്ദ സ്വാമികളിലേക്കും മടങ്ങാം. പക്ഷെ സേ നോ ടു പ്രീസ്റ്റ്ഹുഡ്, പൂജാരികളിലേക്കും പൗരോഹിത്യത്തിനോട് നമ്മൾ പറയുക കടക്ക് പുറത്ത്. അതിന് മടിക്കരുത്. നാഷണലിസം നമ്മുടെ കൾച്ചറൽ നാഷണലിസം ആയിരിക്കണം. ഒരിക്കലും ഒരു നാഷണലിസ്റ്റ് മതത്തിന്റെ നിറത്തിന് പുറകിൽ വന്ന് ഒളിഞ്ഞിരുന്ന് ഒരു ശിഖണ്ഡിയെ പോലെ നാഷണലിസം പറയാൻ ധൈര്യപ്പെടരുത്. കാരണം നിന്റെ ഡിസ്ബിലീഫാണത്. നീ നിന്റെ രാഷ്ട്രത്തിന്റെ വിരാസത്തിൽ അഭിമാനിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണത്. നീ നിന്റെ രാഷ്ട്രത്തിന്റെ വിരാസത്തിൽ അഭിമാനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന അങ്ങ് ഒരു വേദവ്യാസനിൽ നിന്ന് തുടങ്ങി ഇന്ന് നമ്മളുടെ ഗുരുദേവനിൽ വന്ന് നിൽക്കുന്ന ഇത്രയും വലിയ സയന്റിഫിക് ആയിട്ടുള്ള ഋഷീശ്വരന്മാരുള്ള ലോകത്തിന് സത്യം എന്താണെന്ന് കാണിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സീക്കേഴ്സിന്റെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി വിട്ടിരിക്കുന്ന ഋഷിവര്യന്മാരുടെ ഈ കൾച്ചറൽ നാഷണലിസത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മതരാഷ്ട്രത്തിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല.
ഒരു കൾച്ചറൽ നാഷണലിസമാണ് ഭാരതത്തിന്റെ ഐഡന്റിറ്റി, ഇന്ത്യയുടെ ഐഡന്റിറ്റി. ഇത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് 5 സെക്കൻഡ്സ് വ്യൂ. സാധന ദ സനാതനി, മതരാഷ്ട്രവും ദേശീയവാദവും, മതരാഷ്ട്രവാദം. താങ്ക് യു സോ മച്ച്.